നാട്ടിലെ തെയ്യക്കാവിൽ ബാലിത്തെയ്യത്തിൻ്റെ വെള്ളാട്ടം ഉറഞ്ഞാടുന്ന സമയത്ത് നമ്മളെ പഴയ മുതലാളി വിളിച്ചിട്ട് പറഞ്ഞു, മനോജെ നാളെ ഒന്ന് പോണ്ടിച്ചേരി പോകണം, തയ്യാറാണെങ്കിൽ നീ വീട്ടിലേക്ക് വാകുമെന്നും പറഞ്ഞു. പിന്നെ തെയ്യം കാണാനൊന്നും അവിടെ അധികം നിന്നില്ല. കാരണം ഉറക്കൊഴിഞ്ഞാൽ ഡ്രൈവ് ചെയ്യാനെല്ലാം ബുദ്ധിമുട്ടായിരിക്കും. യാതൊരു തയ്യാറെടുപ്പും ഇല്ലാത്ത ഒരു യാത്രയായിരുന്നു. യാത്ര ഞങ്ങൾ ആരംഭിച്ചു. 2-3 ഡ്രസ്സെല്ലാം തട്ടിക്കൂട്ടി ഒരു സഞ്ചിയിലിട്ടിട്ട് ഡിക്കിയിൽ വെച്ചിട്ടുണ്ട്. ബ്രഷും പേസ്റ്റും എടുത്തിട്ടാ. അങ്ങനെ ഐശ്വര്യയാണ് ഇപ്പം ഡ്രൈവ് ചെയ്യുന്നത്. ഞാൻ ഡ്രൈവിങ് തുടങ്ങിയില്ല. ഐശ്വര്യ സൂപ്പറായിട്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ രണ്ടുപേരും മാറി മാറി ഓടിച്ച് ചെന്നൈ സിറ്റിയിലെത്തിയട്ടാ. ഇതൊരു ഉല്ലാസയാത്രയൊന്നുമല്ല, ഐശ്വര്യയുടെ PG അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു യാത്രയാണ്. അപ്പോൾ ചെന്നൈയിൽ കുറച്ച് പേപ്പർ വർക്കുകളുണ്ട്. അതിന് ശേഷമാണ് പോണ്ടിച്ചേരിയിലേക്ക് പോകേണ്ടത്. യൂണിവേഴ്സിറ്റിയിൽ ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉച്ചയോടുകൂടി തന്നെ പൂർത്തിയാക്കിയ ശേഷം രാജേട്ടൻ്റെ ഒരു കസിൻ ബ്രദർ ഉണ്ടായിരുന്നു ചെന്നൈയിൽ. അവരുടെ വീട്ടിലേക്ക് പോവുക ചെയ്തിട്ടുണ്ടായിരുന്നത്. വൈകുന്നേരത്തെ ചായ അവിടെയായിരുന്നു. മുറുക്ക്, അതുപോലെ തന്നെ പപ്സ്, സോസ്, ചായയെല്ലായിട്ടുള്ള അടിപൊളി വൈകിട്ടത്തെ ചായയും കഴിച്ചതിന് ശേഷം അവിടെ നമ്മുടെ പ്രായത്തെ ചൊല്ലി ചെറിയ ചെറിയ ഒരു ചർച്ചകളെല്ലാം ഉണ്ടായിരുന്നു. ആ ചർച്ചകളെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഞങ്ങൾ നേരെ ചെന്നൈ മെറീന ബീച്ചിലേക്ക് പോകാൻ ഉണ്ടായിരുന്നത്. അവരെ വീട്ടിൽ നിന്ന് നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ എല്ലാവരും ചേർന്ന് നടക്കുവാന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. വണ്ടിയൊന്നും പിടിച്ചിട്ടില്ല. സംഭവം സത്യമായിരുന്നു. 1 കിലോമീറ്റർ ദൂരെ അവിടെ നിന്ന് ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ തൊട്ടടുത്ത് കണ്ട ഒരു കോവിൽ, അവിടെ അരിപ്പൊടി കൊണ്ട് കളം വരച്ചതായിട്ട് നിങ്ങൾക്ക് കാണാം. ആ കോവിലെല്ലാം കണ്ട് ഞങ്ങൾ മെറീന ബീച്ചിൽ പ്രവേശിച്ചിട്ടാണുള്ളത്. ആ ലൈറ്റ് ഹൗസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മുടെ പോപ്പുലറായിട്ടുള്ള മലയാള സിനിമയിലെ എക്കാലത്തെയും വൻ ഹിറ്റുകളിലൊന്നായ നാടോടിക്കാറ്റ് ഈ ഒരു സ്ഥലത്ത് വെച്ചായിരുന്നു ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നത്. ദാസനെയും വിജയനെയും ഗഫൂർക്ക ഉരുവിൽ കൊണ്ട് തള്ളിയ മെറീന ബീച്ചാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ബീച്ച് എന്ന് പറയുമ്പം നമുക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മുടെ നാട്ടിലെല്ലാം ഉള്ള പോലെ തന്നെ ഇവിടെയും കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളൂ. കടല്, വെള്ളം, അതുപോലെ തന്നെ കുതിര സവാരി, ഒട്ടക സവാരി, അത് കൂടാണ്ട് കൈനോട്ടക്കാരുണ്ടായിരുന്നു. കുറേ വൻ കെട്ടിടങ്ങളിലെ ലൈറ്റുകൾ, അതൊരു സൗന്ദര്യമായിരുന്നു അവിടെ എത്തിയപ്പോൾ കണ്ടത്. പിന്നീട് കുറേ ചെറുപ്പക്കാർ ഇങ്ങനെ അവരുടെ ഒരു സുഹൃത്തിനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന ആ ഒരു കാഴ്ച അതിമനോഹരമായിട്ടുണ്ടായിരുന്നു. കാലിന് വയ്യാത്ത ഒരു യുവാവാണ്. ആ യുവാവിനെ ഇത് കരണം അറിയാൻ വേണ്ടിയിട്ട് അവർ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. അത് അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അവൻ ആ ഒരു ദൗത്യം നിത്യാഭ്യാസി ആനയെ എടുക്കുമെന്ന് പറഞ്ഞ പോലെ അത് പൂർത്തീകരിക്കുന്ന കാഴ്ചയും നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയും. അത്രക്ക് മനോഹരമായിട്ട് അവരുടെ കൂട്ടുകാർ വളരെയധികം പ്രയത്നിക്കുന്നുണ്ട് അവന് വേണ്ടിയിട്ട്. കണ്ടില്ലേ? അതും ഒരു മനോഹര കാഴ്ചയായിട്ട് ബീച്ചിൽ തോന്നിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം MGR സാറിൻ്റെയും കരുണാനിധി സാറിൻ്റെയും ജയലളിത മേഡത്തിൻ്റെയും ഒക്കെ സ്മൃതി മണ്ഡപങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫോണിലെ ചാർജ് തീർന്നു പോയതുകൊണ്ട് അതൊന്നും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. പൈത്രാട്ടിൻ്റെ ഫോണിൽ മുഴുവനായും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് റീയൂസ്ഡ് പ്രോബ്ലം വരുന്നതുകൊണ്ട് ഞാനത് ഇതിൽ ചേർത്തിട്ടില്ല. പിന്നീട് പുലർച്ചെ 5 മണിയോട് കൂടിയിട്ട് ഞങ്ങൾ പോണ്ടിച്ചേരിയിലേക്കുള്ള യാത്ര ആരംഭിച്ചിട്ടാണുള്ളത്. പോണ്ടിച്ചേരിയിലേക്ക് പോകുന്ന വഴി അതിമനോഹരമായ കുറേയേറെ കാഴ്ചകളുണ്ടായിരുന്നു. പക്ഷേങ്കിൽ 11:30 നമുക്ക് കോളേജിൽ എത്തേണ്ടതുകൊണ്ട് മറ്റു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ നേരെ പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ഹോട്ടലിൽ നിർത്തി. അവിടെയും അതിമനോഹരമായ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. ഏക്കർ കണക്കിന് ഉപ്പുപാടങ്ങൾ ചിത്രീകരിക്കാനുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് സമയമില്ലാതെ കണ്ടുപോയി. പൊങ്കലായിരുന്നു രാജേട്ടൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കിയപ്പോൾ ഞാനും പൊങ്കലിന് ഓർഡർ ചെയ്തു. അതിനുശേഷം മസാല ദോശ, ഇഡ്ഡലി, അങ്ങനെ പല വിഭവങ്ങളും ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വീണ്ടും യാത്ര തുടർന്ന് ഒരു 11:45 കൂടിയിട്ട് ഞങ്ങൾ പോണ്ടിച്ചേരിയിലെത്തി. പോണ്ടിച്ചേരി എത്തിയപ്പം ടെസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം ശനിയും ഞായറും ആയതുകൊണ്ട് കോളേജിലെ അഡ്മിഷൻ നടക്കൂല എന്ന് പറഞ്ഞു. അങ്ങനെ കോളേജിലെത്തി തിരിച്ച് പോണ്ടിച്ചേരിയിൽ വന്ന് റൂമെടുത്ത് വൈകുന്നേരത്തോടു കൂടിയിട്ട് പോണ്ടിച്ചേരി സ്റ്റോൺ ബീച്ചിലെത്തി. ഇവിടുത്തെ കാഴ്ചകൾ അതിമനോഹരമാണ്. നമ്മുടെ നാട്ടിലെ ബീച്ചുകൾ പോലെയല്ല. മദ്യപിക്കുന്നവർക്ക് മദ്യപിക്കാം, ഫുഡ് യഥേഷ്ടം കഴിക്കുന്നവർക്ക് അതിനെല്ലാം ഉള്ള സൗകര്യങ്ങൾ ഈ ബീച്ചിൽ ഒരുക്കിയിട്ടുണ്ട്. പോണ്ടിച്ചേരി ആയതുകൊണ്ട് തന്നെ മദ്യത്തിന് വില കുറവ് കൂടിയാണ്. മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല, അവിടെ ഉള്ള കാര്യം ഒന്ന് പറഞ്ഞു എന്ന് മാത്രമാണ്. അങ്ങനെ ബീച്ചിലെ കാഴ്ചകളെല്ലാം അതിമനോഹരമായി ആസ്വദിച്ച ശേഷം ഞങ്ങളും അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ചിലയിടങ്ങളിൽ ഫോണിന് നിരോധനമുള്ളത് കൊണ്ട് തന്നെ അവിടുന്ന് ഉപയോഗിച്ചിട്ടില്ല. പിന്നീട് നേരെ അവിടെ ബീച്ചിൽ സ്റ്റേഡിയം ഉണ്ട്. ആ സ്റ്റേഡിയത്തിൽ ഫുഡ് ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഫുഡ് ഫെസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയി. പിന്നെ
പുറത്ത് ഉള്ള സംഭവങ്ങളായതുകൊണ്ട് അവിടുന്ന് ഫുഡ് അധികം വാങ്ങിച്ച് കഴിച്ചിട്ടൊന്നുമില്ല. ഗാനമേള നടക്കുന്നുണ്ടായിരുന്നു. അടിപൊളിയായിട്ടുള്ള പഴയ തമിഴ് സിനിമാ ഗാനങ്ങൾ കോർത്തിണക്കിയ ഒരു ഗാനമേളയായിരുന്നു. അടിപൊളിയായിട്ട് കുറച്ച് സമയം 1-2 പാട്ടെല്ലാം കണ്ട് ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും റൂമിലേക്ക് പോയി. പിറ്റേന്ന് ഞായറാഴ്ച രാവിലെ ഞങ്ങൾ പോയതെന്ന് വിചാരിച്ചാൽ പോണ്ടിച്ചേരിയിലുള്ള പാരഡൈസ് ബീച്ചിലേക്കായിരുന്നു. അടിപൊളി കായലും ബീച്ചും ഒത്തുചേരുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ നിന്നാണ് ഞങ്ങൾ യഥാർത്ഥത്തിൽ ഈ 2-3 ദിവസത്തിനിടയിൽ നന്നായി ആസ്വദിച്ച ഒരു സ്ഥലം കൂടിയായിരുന്നു ഈ പാരഡൈസ് ബീച്ച്. ഇവിടേക്കെല്ലാം ആരെങ്കിലും ഉല്ലാസയാത്ര വരുന്നുണ്ടെങ്കിൽ ഒരു ബർമുടിയും ടീഷർട്ടും ബാഗിൽ എടുത്തിടാൻ വേണ്ടി മറക്കണ്ട. കാരണം മുണ്ടെടുത്ത് വന്നാൽ ഇവിടുന്ന് ഒരു കാര്യവും നടത്താൻ വേണ്ടി പറ്റൂല. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ബീറ് കുടിക്കണം തോന്നും, ലിക്കർ അടിക്കണം തോന്നും, നമുക്ക് കുളിക്കണം തോന്നും. അപ്പോൾ ഈ കുളിക്കുമ്പോൾ എന്ന് വിചാരിച്ചാൽ ബർമുടി ഇല്ലാണ്ട് മുണ്ടെടുത്തിട്ട് കുളിക്കാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥയാണ്. മറ്റ് പലതരം അതിമനോഹരമായ കാഴ്ചകളുണ്ട്. സ്കൂട്ടർ ഡ്രൈവിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഒട്ടക സവാരി ഉണ്ട്. മറ്റ് പലതരം കാഴ്ചകൾ ഇവിടെ കാണുമ്പോൾ നമ്മൾ മുണ്ടുകൊടുത്തവർ അവിടെ നോക്കി നിൽക്കേണ്ടി വരും. നമുക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് പറ്റാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞിട്ട് ഓർമ്മിപ്പിക്കുന്നതാണ്. ഞങ്ങൾ എൻട്രൻസിലെത്തി. എൻട്രൻസിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാൻ ആളുണ്ട്. അവിടെ ഒരാൾക്ക് ഇത്ര, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇത്ര, എന്നിട്ട് ടിക്കറ്റെല്ലാം എടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ കയ്യിലൊരു ടാഗ് അടിക്കും. ആ ടാഗ് വെച്ച് നമുക്ക് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഉള്ളിലെത്തിയിട്ട് ബോട്ടിൻ്റെ ചാർജ് വേറെ കൊടുക്കണം. അതുപോലെ തന്നെ ബീച്ചിൽ നമ്മൾ മറ്റെന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം അതിൻ്റെതായ പൈസ വേറെ തന്നെ കൊടുക്കണം. കുളിക്കുന്നതിന് മാത്രം ഒന്നും കൊടുക്കണ്ട. അടിച്ച് പൊളിച്ച് കുളിച്ച് വരാൻ നമുക്ക്. അത്രക്ക് സൂപ്പറായിട്ടുണ്ടായിരുന്നു. ബോട്ടുകളെല്ലാം തലങ്ങനെയും വിലങ്ങനെയും പോകുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. അവിടെ സ്പീഡുള്ളതും ഇല്ലാത്തതും സാഹസികമായതും അതുപോലെ തന്നെ നമുക്ക് സ്വന്തം ചവിട്ടി പോകാൻ വേണ്ടി പറ്റുന്നതുമായിട്ടുള്ള പലതരം ബോട്ട് സർവീസുകൾ ഉണ്ടായിരുന്നു. ഞങ്ങളും ബോട്ട് യാത്ര നടത്തി. ആ ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. 6 പേർക്ക് ഇരിക്കാൻ വേണ്ടി പറ്റുന്ന ആ ഒരു ബോട്ടാണ് ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതിസാഹസികമായ നമ്മുടെ ആ ബോട്ട് യാത്ര ഇവിടെ അവസാനിച്ചു. പിന്നീട് ഞങ്ങൾ നേരെ പോയത് ബീച്ചിലേക്കാണ്. നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യേണ്ട ഒരു സമയമായി. ബീച്ചിലെ കുറച്ച് കാര്യങ്ങളെ ഇവിടെയുള്ളൂ. അത് ഷോർട്സ് ആയിട്ട് കുറച്ച് വരാനുണ്ട്. അങ്ങനെ നാടോടി കാറ്റും സ്വപ്നക്കൂടും ഫ്രണ്ട്സും എല്ലാം ചിത്രീകരിച്ച ചെന്നൈ മറീന ബീച്ച്, പോണ്ടിച്ചേരി ബീച്ച്, ഇതൊക്കെ ഞങ്ങൾ കാണിച്ചു തന്നു. വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ ബൈ.